ദക്ഷിണ കൊറിയയിൽ പട്ടാള നിയമം പിൻവലിച്ചു. നിയമം പ്രഖ്യാപിച്ച് 6 മണിക്കൂറിനകം പിൻവലിക്കുന്നതായി പ്രസിഡന്റ് യുൻ സുക് യോൾ അറിയിക്കുകയായിരുന്നു. മന്ത്രിസഭാ യോഗത്തിന് ശേഷം ഔദ്യോഗിക അറിയിപ്പ് പുറത്തിറക്കും. പ്രസിഡന്റ് നിയമം പിൻവലിച്ചതിന് പിന്നാലെ ജനം പാർലമെന്റ് വളഞ്ഞു. നിയമത്തിനെതിരെ ഒറ്റക്കെട്ടായി വോട്ട് ചെയ്ത് പാർലമെന്റ് അംഗങ്ങളും രംഗത്തെത്തി. പ്രസിഡന്റിനെ ഇംപീച്ച് ചെയ്യാനും നീക്കമുണ്ട്. പ്രതിപക്ഷം ഭരണം അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന രാജ്യവിരുദ്ധ ശക്തികളാകുന്നുവെന്ന കാരണം ചൂണ്ടിക്കാട്ടിയാണ് പ്രസിഡന്റ് രാജ്യത്ത് പട്ടാള നിയമം നടപ്പിലാക്കിയത്. നാഷണൽ അസംബ്ലിയുടെ അപേക്ഷ പരിഗണിച്ചാണ് പട്ടാള നിയമം പിൻവലിക്കാനുള്ള തീരുമാനമെടുത്തതെന്ന് യൂൺ പറഞ്ഞു. പട്ടാള നിയമം പ്രഖ്യാപനത്തിന് പിന്നാലെ രാത്രി സൈന്യം പാർലമെന്റ് വളഞ്ഞിരുന്നു. ഇതോടെ വലിയ പ്രതിഷേധങ്ങളും ഉയർന്നു. പിന്നാലെയുണ്ടായ രാഷ്ട്രീയ നാടകങ്ങൾക്കിടെ സൈനിക ഭരണം നിരസിച്ച് പാർലമെന്റ് അംഗങ്ങൾ വോട്ട് ചെയ്തു. പ്രതിഷേധം ശക്തമായതോടെ പട്ടാള നിയമം പിന്നീട് പിൻവലിച്ചു. വിന്യസിച്ച സൈനികരെ സർക്കാർ പിൻവലിച്ചെന്നും മന്ത്രിസഭാ യോഗത്തിന് ശേഷം സൈനിക നിയമം പിൻവലിച്ച് ഔദ്യോഗിക അറിയിപ്പുണ്ടാകുമെന്നും യുൻ സുക് യോൾ വ്യക്തമാക്കി. പ്രതിപക്ഷത്തിന് ഭൂരിപക്ഷമുള്ള പാർലമെന്റിൽ യൂനും പ്രതിപക്ഷാംഗങ്ങളും തമ്മിലുള്ള പ്രശ്നങ്ങൾ പുകയുകയാണ്. അടുത്ത വർഷത്തെ ബജറ്റിനെ ചൊല്ലി യൂണിന്റെ പവർ പാർട്ടിയും പ്രതിപക്ഷത്തുള്ള ഡെമോക്രാറ്റിക് പാർട്ടിയും തമ്മിൽ തുറന്ന പോര് നടക്കുന്നതിനിടയിലാണ് യൂൺ അടിയന്തര പട്ടാള നിയമം പ്രഖ്യാപിച്ചത്. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്.